ഹായ്, നീൽസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യൻ നദീ വ്യവസ്ഥയെ കുറിച്ചിട്ട് ആണ് നമ്മൾ പഠിക്കുന്നത്. പ്ലസ് ടു ലെവലായാലും 10ാം ക്ലാസ് ലെവലായാലും ഡിഗ്രി ലെവലാണെങ്കിലും ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്ത്യ നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ ക്ലാസ് പഠിച്ചു തുടങ്ങുകയാണ്. ആദ്യമായിട്ട് നമ്മൾ സിന്ധുവും പോഷക നദികളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ശേഷം ഗംഗയും അതുപോലെ ബ്രഹ്മപുത്രയും അവയുടെ പോഷക നദികൾ കൂടി പഠിക്കണം. കാരണം കഴിഞ്ഞ ഇതിനു മുൻപ് തൊട്ടടുത്ത് നടന്നിട്ടുള്ള പരീക്ഷകളിൽ പോഷക നദികളൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പോഷക നദികളിൽ പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് പെടുന്നത് ഏതെന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഓരോ നദി പഠിക്കുമ്പോഴും അതിന്റെ പോഷക നദികൾ കൂടിയിട്ട് പഠിക്കേണ്ട ആവശ്യകത വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ നദികൾ എന്ന ടോപ്പിക് നമ്മൾ ആഴത്തിൽ പഠിക്കാൻ ഇറങ്ങുന്നത്. അപ്പോ ഇന്ത്യൻ നദീവ്യവസ്ഥ നമുക്കറിയാം. നമ്മുടെ ഹിമാലയൻ റിവേഴ്സ് ഉണ്ട്, അതുപോലെ പെനിൻസുലാർ റിവേഴ്സ് ഉണ്ട്. അതായത് ഹിമാലയത്തിൽ നിന്നുള്ള ഹിമാലയൻ നദികളുണ്ട്, ഉപദ്വീപീയ നദികളുണ്ട്. ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞാല് ഹിമാലയൻ നിരകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഒഴുകുന്ന നദികളാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. എന്നാൽ പീഠഭൂമിയുടെ ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ നദീവ്യവസ്ഥയെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് കുറച്ച് നദികളുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം ടേംസ് പഠിക്കാനുണ്ട്. അത് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു പോകും. അപ്പൊ ആദ്യം നമ്മൾ ആ ടേംസ് പഠിക്കണം. അപ്പൊ നമുക്ക് ആ ടേംസിലേക്ക് പോകാം. ആദ്യമായിട്ട് എന്താണ് ഡ്രൈനേജ് ബേസിൻ? ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നീർത്തടം. നീർത്തടം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും അറിയോ നീർത്തടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? അതായത് നീർത്തടം എന്ന് പറഞ്ഞാല് ഒരു നദിയും അതിന്റെ പോഷക നദികളും ചേർന്നിട്ടുള്ള മുഴുവൻ പ്രദേശവുമാണ് നീർത്തടം എന്ന് പറയുന്നത്. ഒരു നദിയും അതിന്റെ മുഴുവൻ പ്രദേശവും ചേർന്നിട്ടുള്ള ഒരു പ്രദേശം ഉണ്ടല്ലോ, മുഴുവൻ പോഷക നദിയും ആ നദിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള പ്രദേശം, അതാണ് ഡ്രൈനേജ് ബേസിൻ എന്ന് പറയുന്നത്, അഥവാ നീർത്തടം. ഇപ്പൊ സിന്ധു ആണെങ്കിൽ സിന്ധുവും അതിന്റെ പോഷക നദികളും ചേർന്നിട്ടുള്ള ഒരു പ്രദേശം ഉണ്ടല്ലോ, ആ മൊത്തത്തിലുള്ള പ്രദേശത്തെയാണ് ഡ്രൈനേജ് ബേസിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഒരു ടേം ആണ് കാച്ച്മെന്റ് ഏരിയ. നമ്മൾ തുടർന്നുള്ള ഓരോ നദിയുടെയും കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പൊ നിങ്ങൾ ഓർക്കണം, കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃഷ്ടിപ്രദേശം. എന്താണ് വൃഷ്ടിപ്രദേശം? വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാല് നദി ഒഴുകുന്ന പ്രക്രിയയിൽ ജലം സ്വീകരിക്കുന്നത് എവിടെ നിന്നൊക്കെയാണോ ആ ഒരു ഏരിയനെ പറയുന്നതാണ് വൃഷ്ടിപ്രദേശം അഥവാ കാച്ച്മെന്റ് ഏരിയ. എന്താ പറഞ്ഞത്? കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാല് നദിയുടെ നീരൊഴുക്ക് പ്രക്രിയയിൽ, അങ്ങനെ പറഞ്ഞാല് നദി ഒഴുകുന്നത് ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ആ സമയത്ത് എവിടെ നിന്നൊക്കെ ജലം സ്വീകരിക്കുന്നു ആ ജലം സ്വീകരിക്കുന്ന ഏരിയയാണ് കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. ക്യാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പിടിക്കാന്നില്ലേ? അപ്പോ കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാല് ജലം എവിടെ നിന്നൊക്കെ നദി സ്വീകരിക്കുന്നുണ്ടോ ആ ഒഴുകുന്ന പ്രക്രിയയില് അതിനെയാണ് വൃഷ്ടിപ്രദേശം അഥവാ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്തൊരു ടേം ആണ് റിവർ ബേസിൻ. റിവർ ബേസിൻ എന്ന് പറഞ്ഞാല് നദീതടം. എന്താണ്? നദീതടം. എന്താണ് നദീതടം എന്ന് പറഞ്ഞാല് വലിയ നദികളുടെ കാച്ച്മെന്റ് ഏരിയ അഥവാ വൃഷ്ടിപ്രദേശത്തെയാണ് റിവർ ബേസിൻ എന്ന് പറയുന്നത്. വലിയ നദികളുടെ കാച്ച്മെന്റ് ഏരിയ. വലിയ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, അതൊക്കെ വലിയ നദികളല്ലേ. ഇവയുടെയൊക്കെ കാച്ച്മെന്റ് ഏരിയയാണ് റിവർ ബേസിൻ അഥവാ നദീതടം എന്ന് പറയുന്നത്. എന്നാൽ വാട്ടർഷെഡ് എന്ന് പറഞ്ഞാലോ? വാട്ടർഷെഡ് എന്ന് പറഞ്ഞാല് ചെറിയ നദികളുടെ കാച്ച്മെന്റ് ഏരിയ ആണ്. വാട്ടർഷെഡ് എന്ന് പറഞ്ഞാല് ചെറിയ നദികളുടെ കാച്ച്മെന്റ് ഏരിയ ആണ്. ഇവയും നീർത്തടം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്താ മതി, ചെറിയ നദികളുടെ നീർത്തടം എന്ന് പറയുന്നത് അങ്ങനെ ഓർത്താ മതി. ചെറിയ നദികളുടെ കാച്ച്മെന്റ് ഏരിയ ആണ് വാട്ടർഷെഡ്. ഇനി വലിയ നദികളുടെ റിവർ ബേസിൻ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ വാട്ടർ ഡിവൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് വാട്ടർ ഡിവൈഡ് അഥവാ ജലവിഭാജകം? എങ്ങനെ എഴുതാ? ജലവിഭാജകം. എന്താണ് ജലവിഭാജകം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് നദീവ്യവസ്ഥയെ തമ്മിൽ വേർതിരിക്കുന്ന
ഒരു പ്രത്യേക ഒരു ബൗണ്ടറി ഒക്കെ പറയില്ലേ, ഒരു അതിർവരമ്പ് പോലെ, അതാണ് ജലവിഭാജകം അഥവാ വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. അതായത് രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന അതിനെയാണ് എന്താ പറയുന്നത്, ജലവിഭാജകം അഥവാ വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. ഇപ്പൊ സിന്ധു ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ, സിന്ധു അവയുടെ പോഷക നദികളുണ്ട്, അതുപോലെ ഗംഗയും പോഷക നദികളുണ്ട്. ഇവ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വാട്ടർ ഡിവൈഡ് കാരണമാണ്. എക്സാമ്പിൾ നമ്മുടെ ഡൽഹി റിഡ്ജ്. ഡൽഹി റിഡ്ജിന്റെ ഒരു ഭാഗത്ത് നമുക്കറിയാം സിന്ധുവിന്റെ പോഷക നദികളുമാണ്, അതുപോലെ മറുഭാഗത്ത് നമുക്കറിയാം ഗംഗയും പോഷക നദികളുമാണ്. പിന്നെ മാൽഡ ഗ്യാപ്പിൽ വെച്ചിട്ടാണ് ബ്രഹ്മപുത്രയും ഗംഗയും വേർതിരിഞ്ഞിട്ട് ഒഴുകുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു വാട്ടർ ഡിവൈഡ് ആണ്, ഓർക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ ടേം പറഞ്ഞു? നദികളുമായി ബന്ധപ്പെട്ടിട്ട് ഡ്രൈനേജ് ബേസിൻ അഥവാ നീർത്തടം പറഞ്ഞു, പിന്നീട് എന്താ പറഞ്ഞത്, കാച്ച്മെന്റ് ഏരിയ പറഞ്ഞു, റിവർ ബേസിൻ പറഞ്ഞു, വാട്ടർ ഷെഡ് പറഞ്ഞു, വാട്ടർ ഡിവൈഡും പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്തൊരു സ്ലൈഡിലേക്ക് പോവാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ ഇന്ത്യൻ നദീ വ്യവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയിലെ നദികളെ കുറിച്ചിട്ടും അവ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതൊക്കെ പറയാൻ പോവാണ് കേട്ടോ. ഇനി ശ്രദ്ധിച്ചിരിക്കണേ ക്ലാസ്സിൽ. ഈ ഇന്ത്യൻ നദീ വ്യവസ്ഥയെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഒന്ന് അതിന്റെ പതന സ്ഥാനത്തിനനുസരിച്ച്, അതായത് നീരൊഴുക്ക് പ്രക്രിയ അനുസരിച്ചിട്ട് എവിടെയാണ് അത് ചെന്ന് പതിക്കുന്നത്, അത് ഒഴുകിയിട്ട് ഏത് കടലിലാണ് അല്ലെങ്കിൽ എവിടെയാണ് അത് പതിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നദികളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത് അറേബ്യൻ സീ ഡ്രൈനേജ് അഥവാ അറബിക്കടൽ നദീവ്യൂഹം. എന്താ പറഞ്ഞത്? അറബിക്കടൽ നദീവ്യൂഹം എന്ന് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹം എന്നും തരംതിരിച്ചിട്ടുണ്ട്. എന്താപ്പാ പറഞ്ഞ, ഒന്ന് ഓർത്ത് പറഞ്ഞേ. ഇന്ത്യൻ നദീവ്യവസ്ഥയെ, ഇന്ത്യയിലെ നദികളെ അതിന്റെ പതന സ്ഥാനത്തിനനുസരിച്ച്, നീരൊഴുക്ക് പ്രക്രിയയിൽ അവയുടെ പതന സ്ഥാനത്തിനനുസരിച്ചിട്ട് അവയെ തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെ, എത്രയായി? രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അറബിക്കടൽ നദീവ്യൂഹമെന്നും ബേ ഓഫ് ബംഗാൾ അഥവാ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹമെന്നും. ഇനി അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദികളേത്? ചോദ്യം വന്നതാണ്, മുൻകാല വർഷ ചോദ്യമാണ്. അപ്പൊ അറബിക്കടൽ നദീവ്യൂഹത്തിൽ പെടാത്ത നദികളേത് എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ ആദ്യം അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികൾ ഏതൊക്കെയാണെന്ന് അറിയണം. അപ്പോ അറേബ്യൻ സീ ഡ്രൈനേജിൽ വരുന്ന നദികളാണ് സിന്ധു, നർമ്മദ, താപ്തി. ഏതൊക്കെയാണ്? സിന്ധു, നർമ്മദ, താപ്തി. പിന്നെ നമ്മുടെ കേരളത്തിലെ പെരിയാറ് ഒക്കെ വരില്ലേ, 41 നദികൾ ഉണ്ടല്ലോ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന, ഇവയൊക്കെ അറബിക്കടൽ നദീവ്യൂഹത്തിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ്? ഗംഗ, ബ്രഹ്മപുത്ര, കാവേരി, മഹാനദി, കൃഷ്ണ, ഗോദാവരി. ഇതൊക്കെ ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജ് ആണ്. നമ്മുടെ കബനി, ഭവാനി, പാമ്പാർ, ഈ കേരളത്തിലെ 3 നദികളുണ്ടല്ലോ, ഇത് ഏത് നദിയിലാണ് ചേരുന്നത്? കാവേരി നദിയിലാണ്. അത് ഓർക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ 41 നദികൾ ഉണ്ടല്ലോ, ഇത് അറബിക്കടൽ നദീവ്യൂഹത്തിലാണ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? അറേബ്യൻ സീ ഡ്രൈനേജ് ഉണ്ട്, അതുപോലെ ബേ ഓഫ് ബംഗാൾ ഡ്രൈനേജും ഉണ്ട്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നദികളുടെ വാട്ടർ ഷെഡ് അല്ലെങ്കിൽ കാച്ച്മെന്റ് ഏരിയക്ക്, വൃഷ്ടി പ്രദേശത്തിന്റെ വലിപ്പത്തിന് അല്ലെങ്കിൽ വിസ്തൃതിക്ക് അനുസരിച്ചിട്ട് നദികളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് മേജർ റിവർ ബേസിൻ. അതായത് മേജർ റിവർ ബേസിൻ എന്ന് പറഞ്ഞാല് പ്രധാന നദീതടം. ഈ പ്രധാന നദീതടത്തില് 20,000 ചതുരശ്ര കിലോമീറ്ററിനേക്കാൾ കൂടുതൽ എന്തുണ്ടാകും? വിസ്തീർണം അഥവാ വൃഷ്ടിപ്രദേശം ഉണ്ടായിരിക്കും. അതിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് 20,000 ചതുരശ്ര കിലോമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും. ഇന്ത്യയിൽ ഇത്തരത്തില് 14 നദികളുണ്ട്. അതിന് ഉദാഹരണം തന്നെ നമ്മുടെ സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയൊക്കെ ഈ ഒരു വിഭാഗത്തിൽ വരും. അപ്പൊ മേജർ റിവർ ബേസിൻ എന്ന് പറയുന്നത് എന്താണ്? പ്രധാന നദീതടം എന്ന് പറയുന്നത് എന്താണ്? മോർ ദാൻ 20,000 സ്ക്വയർ കിലോമീറ്റർ കാച്ച്മെന്റ് ഏരിയ. അതായത് 20,000 സ്ക്വയർ കിലോമീറ്ററിനേക്കാളും കൂടുതൽ വൃഷ്ടി പ്രദേശമുള്ളവയാണ് പ്രധാന നദീതടങ്ങൾ എന്ന് പറയുന്നത്. അതിൽ 14 ഇന്ത്യയിൽ ഉൾപ്പെടുന്നുണ്ട്, ഓർക്കുക.
ഇനി രണ്ടാമത്തത് മീഡിയം റിവർ ബേസിൻ. ഈ മീഡിയം റിവർ ബേസിൻ എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ടുള്ള നദീതടങ്ങള്. അത് എന്താന്ന് വെച്ചാല് 2000 മുതൽ 20,000 വരെ അതിന്റെ കാച്ച്മെന്റ് ഏരിയ ഉണ്ടായിരിക്കും. അതായത് 2000 മുതൽ 20,000 സ്ക്വയർ കിലോമീറ്റർ വരെ കാച്ച്മെന്റ് ഏരിയ ഉള്ളവയാണ് സാമാന്യ നദീതടങ്ങളുള്ള നദികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് എന്താണ്? മൈനർ റിവർ ബേസിൻ. ചെറിയ നദീതടങ്ങൾ ഓഫ് കോഴ്സ് എന്തായിരിക്കും? 2000 സ്ക്വയർ കിലോമീറ്ററിനും താഴെ ആയിരിക്കും അതിന്റെ വൃഷ്ടി പ്രദേശത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നദീതടങ്ങളുടെ വിസ്തീർണത്തിന് അതായത് വിസ്തൃതിക്കനുസരിച്ചിട്ടും 3ആയി തരംതിരിച്ചിട്ടുണ്ട്. മേജർ റിവർ ബേസിൻ, മീഡിയം റിവർ ബേസിൻ, മൈനർ റിവർ ബേസിൻ. മലയാളം പറയാം. പ്രധാന നദീതടം, സാമാന്യ നദീതടം, അതുപോലെ തന്നെ ചെറിയ നദീതടങ്ങൾ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് ഡിസ്ചാർജിനനുസരിച്ച് അതിന്റെ നീരൊഴുക്ക് പ്രക്രിയയില് അതിന്റെ പതനത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? നദികളെ 2 തരത്തില് തരംതിരിച്ചിട്ടുണ്ട്. അറബിക്കടൽ നദീവ്യൂഹമെന്നും ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹമെന്നും. അതിന്റെ ഉദാഹരണങ്ങളും പറഞ്ഞു. അതിനുശേഷം നദീതടത്തിന്റെ വിസ്തൃതി, കാച്ച്മെന്റ് ഏരിയ അതായത് വൃഷ്ടിപ്രദേശത്തിന്റെ വിസ്തൃതിക്കനുസരിച്ചിട്ട് 3ആയിട്ട് നദീതടങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു. ഇനി അടുത്തത് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തില്, ഒറിജിനിന്റെ അടിസ്ഥാനത്തില്, നദികളുടെ ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തില്, അത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നദികളെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഹിമാലയൻ ഡ്രൈനേജ് സിസ്റ്റം എന്നും പെനിൻസുലാർ ഡ്രൈനേജ് സിസ്റ്റം എന്നും. എന്താ പറഞ്ഞത്? നദികളെ അതിന്റെ ഉത്ഭവത്തിനനുസരിച്ചിട്ട് 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഹിമാലയൻ ഡ്രൈനേജ് സിസ്റ്റം അതായത് ഹിമാലയൻ നദികളെന്നും, അതുപോലെ പെനിൻസുലാർ ഡ്രൈനേജ് സിസ്റ്റം അതായത് ഉപദ്വീപീയ നദികൾ എന്നും പറഞ്ഞിട്ട് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താന്നാ പറഞ്ഞത്? ഹിമാലയൻ നദികളെ കുറിച്ചിട്ടാണ്. അപ്പോ ഇനി പെനിൻസുലാർ നദികളെ കുറിച്ചിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അവ വറ്റാത്ത നദികളാണ്, അഥവാ പെരിനിയൽ റിവേഴ്സ് ആണ്. എന്താണ്? പെരിനിയൽ റിവേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് അവയെ വറ്റാത്ത നദികൾ അഥവാ പെരിനിയൽ റിവേഴ്സ് എന്നൊക്കെ പറയുന്നത്? എന്തുകൊണ്ടാണ്? കാരണം മഴയില് ജലസമ്പുഷ്ടമായിരിക്കും. അതുപോലെ തന്നെ വേനൽക്കാലത്ത് മഞ്ഞുരുകിയിട്ടും ഈ നദികളിൽ ജലം എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവയെ വറ്റാത്ത നദികൾ എന്ന് പറയുന്നത്. അപ്പോ പെരിനിയൽ റിവേഴ്സ് എന്ന് പറയാനുള്ള കാരണം മഴ കാരണവും മഞ്ഞ് ഉരുകിയിട്ടുള്ള കാരണവും ഈ നദികളിൽ വർഷം തോറും ജലസമ്പുഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് പെരിനിയൽ റിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ഹിമാലയൻ നദികളിൽ നമ്മൾ 3 പ്രധാനപ്പെട്ട നദികളെ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഈ 3 നദികളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ഞാനൊരു ചെറിയ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഈ നോട്ടിലില്ല. അതായത് നമ്മുടെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഈ നദികളുടെ ഒരു പരിണാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പുരാതന കാലത്ത് ഹിമാലയത്തിന് ലോഞ്ചിറ്റ്യൂഡായിട്ട് ഒരു നദി ഒഴുകിയിരുന്നു. ആസാം മുതൽ പഞ്ചാബ് വരെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഒരു നദി ഒഴുകിയിരുന്നു. ആ നദിയുടെ പേരാണ് ഇൻഡോ ഷിവാലിക് അഥവാ ഇൻഡോ ബ്രഹ്മ അല്ലെങ്കിൽ ഷിവാലിക്. ആ നദിയുടെ പേരെന്തായിരുന്നു? ഷിവാലിക്. നമ്മൾ പറഞ്ഞു ഹിമാലയത്തിന്റെ ലോഞ്ചിറ്റ്യൂഡായിട്ട് അസം ടു പഞ്ചാബ് ഒരു നദി ഒഴുകിയിരുന്നു. എന്നിട്ട് ആ നദി എന്താ ചെയ്തത്? ഗൾഫ് ഓഫ് സിന്ധിൽ വെച്ചിട്ട് പതിക്കുന്നു. ഗൾഫ് ഓഫ് സിന്ധിലാണ് പതിച്ചിരുന്നത്. ആ നദിയുടെ പേരെന്താന്നാ പറഞ്ഞത്? ആ നദിയുടെ പേരെന്താണ്? ഇൻഡോ ബ്രഹ്മ അല്ലെങ്കിൽ എന്താ പറഞ്ഞത്? ഷിവാലിക്. എന്താ പറഞ്ഞത്? ഷിവാലിക്. അപ്പൊ നമ്മൾ പറഞ്ഞു പുരാതന കാലത്ത് ഹിമാലയ നിരകൾക്ക് ലോഞ്ചിറ്റ്യൂഡായിട്ട് ഒരു നദി ഒഴുകിയിരുന്നു. ആ നദിയുടെ പേരാണ് ഇൻഡോ ബ്രഹ്മ അഥവാ ഷിവാലിക് എന്ന് പറയുന്നത്. ഈ ഷിവാലിക് നദി
എവിടെയാണ് പതിച്ചിരുന്നത്? ഗൾഫ് ഓഫ് സിന്ധില്. ഒരു സിന്ധ് താഴ്വരയൊക്കെ രൂപപ്പെടുത്തിയിട്ടാണ് പതിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കാലക്രമേണ ഈ നദി ഒഴുകുന്ന ഒരു കാലഘട്ടത്തില് നദി എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തിട്ട് വെസ്റ്റിലേക്ക്, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് സിന്ധുവും പോഷക നദികളായിട്ട് മാറി, നടുവില് ഗംഗയും പോഷക നദികളുമായിട്ട് മാറി, കിഴക്ക് ഭാഗത്തേക്ക് ബ്രഹ്മപുത്രയും പോഷക നദികളുമായിട്ട് മാറി. ഇതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയത്തിന്റെ ഉയർച്ച തന്നെയാണ്. നമുക്കറിയാം ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ ഹിമാലയം എന്ന മടക്ക് പർവ്വതം ഉണ്ടാവുന്നത്. അത് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹിമാലയത്തിൽ അപരദനമൊക്കെ സംഭവിച്ച് നദികളൊക്കെ ഇങ്ങനെ ഉത്ഭവിച്ചിട്ട് നമുക്കറിയാം ഓരോ ആഴത്തിലുള്ള ഗോർച്ചു, അങ്ങനെ ആഴത്തിലുള്ള ഗിരികന്ധരങ്ങള്, പിന്നെ വി ഷേപ്പ് വാലി, അതുപോലെ വി ഷേപ്പുള്ള താഴ്വരകള്, വെള്ളച്ചാട്ടങ്ങള്, ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഹിമാലയം ഉയരുന്നുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു രൂപം, നമ്മുടെ ഭൂരൂപം പോലെയൊക്കെ നമുക്ക് ഡൽഹി റിഡ്ജ്, നമ്മൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡൽഹി റിഡ്ജ് ഉയർന്നു വന്നു. ഇത് ഈ ഒരു ഡൽഹി റിഡ്ജ് ആണ് നമുക്ക് ഇന്ന് നോക്കിയാലും ഇപ്പോ നമ്മൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇന്നത്തെ കാലത്ത് നമുക്കതറിയാം. നമ്മൾ പുരാതന കാലത്തിന്റെ അങ്ങോട്ടല്ല പോകുന്നത്, അതല്ല ചിന്തിക്കേണ്ടത് ഇപ്പോഴത്തെയാണ് കേട്ടോ. അങ്ങനെ ഹിമാലയ വളരുന്നതിന്റെ ഭാഗമായിട്ട് ഹിമാലയയിലെ ഡൽഹി റിഡ്ജ് ഉയർന്നു വന്നു. അങ്ങനെ ആലോചിക്കണേ. ഈ ഡൽഹി റിഡ്ജ് ആണ് ഈ സിന്ധു അതിന്റെ പോഷക നദികളെയും ഗംഗ അതിന്റെ പോഷക നദികളെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു കാരണം എന്ന് പറയുന്നത് സിന്ധുവിനെയും ഗംഗയെയും സെപ്പറേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വേർതിരിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഡൽഹി റിഡ്ജ് ആണ്, അഥവാ ഹിമാലയത്തിന്റെ ഉയർച്ചയാണ്. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം രാജ്മഹൽ കുന്നിനും മേഘാലയ പീഠഭൂമിക്കും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതാണ് മാൽഡ ഗ്യാപ്പ്. ഈ ഒരു ഗ്യാപ്പ് കാരണമാണ് ഗംഗയും ബ്രഹ്മപുത്രയും വേർതിരിഞ്ഞിട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് ഒഴുകുന്നത്. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരൊറ്റ നദിയായിരുന്ന ഇൻഡോ ബ്രഹ്മ ശിവാലിക് എന്നൊക്കെ പറയുന്ന നദി എന്ത് ചെയ്തത്? മൂന്നെണ്ണായിട്ട്, 3 വിഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. ഓർക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എവല്യൂഷൻ പറഞ്ഞു എന്നുള്ളൂ. അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഭാവിയിൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടാൽ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഹിമാലയൻ നദികളിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് സിന്ധുവിനെ കുറിച്ചാണ്. റിവർ ഇൻഡസ്, സിന്ധു നദിയെ കുറിച്ചിട്ടാണ്. ഈ സിന്ധു നദി എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു. 2880 കിലോമീറ്റർ ആണ് സിന്ധുവിന്റെ നീളം ഉള്ളത്. ഇനി NCERT ടെക്സ്റ്റ് പ്രകാരം ഇന്ത്യയിലൂടെ സിന്ധു ഒഴുകുന്നത് 1114 കിലോമീറ്റർ ആണ്. എത്രയാണ്? 1114 കിലോമീറ്റർ. ഞാനിങ്ങനെ NCERT എന്ന് പ്രത്യേകം പറയാൻ കാരണം SCERT ടെക്സ്റ്റിൽ മറ്റൊരു വാല്യൂ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. എന്താ പറഞ്ഞത്? സിന്ധു ഒഴുകുന്നത് ഇന്ത്യയിൽ 1114 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ SCERT ടെക്സ്റ്റില് ഏകദേശം 904 ആണെന്ന് എൻ്റെ ഓർമ്മ. അത്രയും കിലോമീറ്റർ മാത്രമേ ഒഴുകുന്നുള്ളൂ എന്നാണ് SCERT ബുക്കിൽ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു നദി. ഈ സിന്ധു നദിയുടെ നദീതടം എത്രയാണ്? എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് റിവർ ബേസിൻ ഉള്ളത്? 11,65,000 ചതുരശ്ര കിലോമീറ്റർ ആണ് സിന്ധുവിന്റെ നദീതട വിസ്തൃതി. ഓക്കെ അല്ലേ? ഇനി സിന്ധുവിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? സിന്ധു എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? നമ്മുടെ കൈലാഷ് റേഞ്ചിൽ നിന്നാണ്. നമുക്കറിയാം കാരക്കോറത്തിന്റെ ടിബറ്റിലേക്കുള്ള എക്സ്റ്റൻഷൻ ആണ് കൈലാഷ് നിര എന്ന് പറയുന്നത്.
ഈ കൈലാഷ് ഇവിടെ ലഡാക്കാണ് കേട്ടോ, ഇവിടെ ജമ്മു കാശ്മീർ. ജസ്റ്റ് വെറുതെ ഒന്ന് വരച്ചു എന്നുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാകാന്. ഈ കൈലാഷ് നിരയിൽ നിന്ന് മാനസ സരോവർ അടുത്തുള്ള ബൊക്കാർച്ചു ഹിമാനിയിൽ നിന്നാണ് സിന്ധുവിന്റെ ഉത്ഭവം. സിന്ധു എവിടുന്നാ ഉത്ഭവിക്കുന്നത്? മാനസ സരോവർ തടാകത്തിനടുത്ത്, അതായത് കൈലാസ് നിരയിലെ ബൊക്കാർച്ചു ബൊക്കാർച്ചു ഗ്ലേഷ്യറിൽ നിന്ന് സിന്ധു ഉത്ഭവിച്ചിട്ട് ലഡാക്കിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിച്ച് പാകിസ്ഥാനിലേക്ക് കടക്കും. ഈ പാകിസ്ഥാനിൽ കടക്കുമ്പോ ഇവിടെ ഒരു പർവ്വതമുണ്ട്. അതാണ് നംഗ പർവ്വത്. ഏതാണ്? നംഗ പർവ്വത്. ഈ നംഗ പർവ്വതിനെ ചുറ്റിയാണ് സിന്ധു പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. പാകിസ്ഥാനിലെ ചില്ലാർ വെച്ചിട്ടാണ് സിന്ധു പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് ഗർദിസ്ഥാനിലെ ചില്ലാർ എന്ന പ്രദേശത്ത് വെച്ചിട്ടാണ് സിന്ധു പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. എന്നിട്ട് പിന്നെ തെക്ക് ഭാഗത്തൂടെ ഒഴുകിയിട്ട് കറാച്ചിയിൽ വെച്ചിട്ട് അറബിക്കടലിൽ ചേരുന്നു. ഇതിൽ നിന്ന് തന്നെ അറബിക്കടലിൽ ചേരുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അതായത് അറബിക്കടലിൽ പതിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാലയൻ നദി എന്ന് പറയുന്നത് ഏതാണ്? സിന്ധു ആണ്. അവിടുന്ന് ഒരു ചോദ്യം കിട്ടിയില്ലേ? ഹിമാലയൻ നദികളിൽ അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദി എന്ന് പറയുമ്പോൾ ഏതാണെന്ന് പറയണം? സിന്ധു അഥവാ റിവർ ഇൻഡസ്. ഇനി പാകിസ്ഥാനിലൂടെ ഒഴുകുന്നത്, ഭൂരിഭാഗവും പാകിസ്ഥാനിലൂടെയാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ കൃഷികൾക്കും അവിടുത്തെ ജീവിത രീതിക്കും സംസ്കാരത്തിനൊക്കെ സിന്ധു നദീതടത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. തന്നെയാണ് പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് സിന്ധു നദി. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ പറയണം സിന്ധു നദി. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ പറയണം സിന്ധു നദി. ഇനി പാകിസ്ഥാന്റെ ദേശീയ നദിയും സിന്ധുവാണ്. പാകിസ്ഥാന്റെ ദേശീയ നദി ഏതാണ്? സിന്ധുവാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ നദി എന്ന് പറയുന്നത് ഏതാണ്? ഗംഗയാണ്. 2008 ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ചത്. ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ഏതാന്ന് ചോദിച്ചാൽ പറയണം ഗംഗയാണ്. ഇനി സിന്ധു ലഡാക്കിലൂടെയാണ് ഒഴുകണേ പറഞ്ഞു. അതായത് സിന്ധു ഇന്ത്യയിലെ ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്തു കൂടി മാത്രമാണ് ഒഴുകുന്നത്. അതും ഏത് പട്ടണത്തെ ചുറ്റിയാണ്? ലഡാക്കിലെ ലേ എന്ന പട്ടണത്തെ ചുറ്റിയാണ് സിന്ധു ഒഴുകുന്നത്. അപ്പൊ അവിടെ ഒരു ചോദ്യമാണ്, ഏത് പട്ടണത്തെ ചുറ്റിയാണ് സിന്ധു ചുറ്റിയിട്ട്? അപ്പൊ ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്തു കൂടെ ലേ എന്ന പട്ടണത്തിലൂടെയാണ് സിന്ധു ഒഴുകുന്നത്. ഓക്കെ അല്ലേ? ഇനി സിന്ധുവിന്റെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? സിന്ധുവിന്റെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് ലഡാക്ക്, ഇല്ലേ? നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ലഡാക്ക്, ഇല്ലേ? അതുപോലെ പാകിസ്ഥാനില് കറാച്ചി, മോഹൻജൊദാരോ. ഈ മോഹൻജൊദാരോ ഒക്കെ നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തില് നമ്മൾ പഠിക്കുന്നതാണ്. മോഹൻജൊദാരോ, ഹാരപ്പയൊക്കെ. അപ്പൊ മോഹൻജൊദാരോ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ പറയണം സിന്ധു നദിയുടെ. അതായത് സിന്ധു നദീതട സംസ്കാരം പ്രധാന പട്ടണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഹാരപ്പ, മോഹൻജൊദാരോ. പക്ഷെ ഹാരപ്പയല്ല, മോഹൻജൊദാരോ, പാകിസ്ഥാനിലെ മോഹൻജൊദാരോ ആണ് സിന്ധു നദിയുടെ തീരത്തുള്ളത്. ഇനി സിന്ധുവിന്റെ 5 പോഷക നദികളും സരസ്വതി നദിയും കൂടി ചേർന്നിട്ട് സപ്ത സിന്ധു എന്നറിയപ്പെടുന്നു. എന്താണ് പറഞ്ഞത്? സിന്ധുവിന്റെ 5 പോഷക നദികളുണ്ട്. പഞ്ചനദ് എന്ന് പറയുന്ന ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഈ 5 നദികളും സരസ്വതി നദിയും കൂടി ചേർന്നിട്ടാണ് സപ്ത സിന്ധു എന്ന് പറയുന്നത് കൂടി ഓർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു 1114 കിലോമീറ്റർ ആണ് സിന്ധുവിന്റെ നീളം എന്ന് പറഞ്ഞിട്ട് NCERT പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയില്. പക്ഷെ അത് SCERT 709 ആണോ ഇനി 904 ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. അത് എനിക്ക് മാറിയതാണെന്ന് അറിയില്ല. SCERT ഈ ഒരു വാല്യൂ അല്ല കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ സിന്ധു ലഡാക്കിലൂടെ പ്രവേശിച്ച് ലഡാക്ക് സസ്കർ നിരകൾക്കിടയിലൂടെയാണ് ഒഴുകുന്നത്. എന്നിട്ട് പാകിസ്ഥാനിലെ ചില്ലാറിൽ വെച്ചിട്ട്
പാകിസ്ഥാനിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് വായിക്കാം. നദീതടം 11,60,5000 സ്ക്വയർ കിലോമീറ്റർ. സിന്ധുവിന്റെ നീളം 2880 കിലോമീറ്റർ. സിന്ധുവിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ബൊക്കാർച്ചു ഗ്ലേഷ്യർ ഇൻ ടിബറ്റൻ റീജിയൻ ഇൻ കൈലാഷ് റേഞ്ച് നിയർ മാനസ സരോവർ. ലാർജസ്റ്റ് റിവർ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി. ലാർജസ്റ്റ് ഹിമാലയൻ റിവർ ഡ്രെയിൻസ് ടു അറേബ്യൻ സീ. ഏറ്റവും വലിയ ഹിമാലയൻ നദി, അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ ഹിമാലയൻ നദി, പാകിസ്ഥാന്റെ ജീവരേഖ അഥവാ പാകിസ്ഥാന്റെ ദേശീയ നദി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? സിന്ധു ആണ്. ഇനി സിന്ധു നദി ഒഴുകുന്നത് ലഡാക്ക് സസ്കർ നിരകൾക്കിടയിലൂടെയാണ്. പാകിസ്ഥാനിലേക്ക് കടക്കുന്ന സ്ഥലം ചില്ലാർ. ചില്ലാർ എവിടെയാണ്? കിർഗിസ്ഥാനിലാണ്. പിന്നീട് പറഞ്ഞത് എന്താണ്? ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്നു. പിന്നെ മോഹൻജദാരോ, ലഡാക്ക്, അതുപോലെ ലേ, കറാച്ചി, ഇതൊക്കെ സിന്ധു നദിയുടെ തീരത്ത് വരുന്ന പട്ടണങ്ങളാണെന്നും പറഞ്ഞു. ഇനി സിന്ധു നദിക്ക് ഇടതുഭാഗത്തുകൂടെ ചേരുന്ന പോഷക നദികളുണ്ട്, വലതുഭാഗത്തുകൂടെ ചേരുന്ന പോഷക നദികളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് പഠിക്കാം. പോഷക നദികളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, എന്നാലും വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും സിന്ധുവിലേക്ക് ചേരുന്ന പോഷക നദികൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വേർതിരിച്ചിട്ട് തന്നെ പഠിക്കണം. അപ്പൊ ഇടതുഭാഗത്തുകൂടെ സിന്ധുവിലേക്ക് ചേരുന്ന പോഷക നദികളാണ് ജലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്. ഈ 5 നദികളാണ് പഞ്ചനദി എന്നറിയപ്പെടുന്നത്. കൂടെ സംസ്കറും ഉണ്ട്, സുരുവും ഉണ്ട്. മനസ്സിലായോ? ജലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്. അതൊരു ഓർഡറിൽ പഠിക്കില്ലേ? പിന്നെ സത്സ്കർ ആൻഡ് സുരു, ഈ നദികളാണ് ഉള്ളത്. ഈ സുരു നദിയുടെ തീരത്താണ് കാർഗിൽ ഉള്ളത്. അപ്പൊ ഓർക്കാം, ഏത് നദിയുടെ തീരത്താണ് കാർഗിൽ പട്ടണമുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണം സിന്ധുവിന്റെ ഇടതുഭാഗത്തുകൂടെ ചേരുന്ന, ഞാൻ അങ്ങനെ കൂടുതൽ പറയാൻ കാരണം നിങ്ങൾക്ക് ആ ടേം മനസ്സിലിരിക്കാനാണ് കേട്ടോ. സിന്ധുവിന്റെ ഇടതുഭാഗത്തു കൂടി ചേരുന്ന സുരു നദിയിലാണ്, പോഷക നദിയായ സുരു നദിയുടെ തീരത്താണ് കാർഗിൽ ഉള്ളത്. ഓക്കെ അല്ലെ? ഇനി വലതുഭാഗത്തുകൂടെ സിന്ധുവിലേക്ക് ജോയിൻ ചെയ്യുന്ന പോഷക നദികൾ ഏതൊക്കെയാണ്? ഷോക്ക്, ഷിഗർ, കാബൂള്, പിന്നെ ഗിൽഗിത്ത്, പിന്നെയുണ്ട് ടോച്ചി, ഗോമർ, വിബോവ, ശങ്കർ. ഇതൊക്കെ സിന്ധുവിന്റെ വലതുഭാഗ പോഷക നദികളാണ്. ഞാനിവിടെ 4 കൊടുത്തിട്ടുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കണം കേട്ടോ. ഷോക്ക്, ഷിഗർ, കാബൂൾ, ഗിൽഗിത്ത്, ഇതൊക്കെ സിന്ധുവിന്റെ വലതുഭാഗത്തുകൂടെ ചേരുന്ന പോഷക നദികളാണ്. ഇനി നമ്മൾ സിന്ധുവിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളായുള്ള പഞ്ചനദി ഉണ്ടല്ലോ, 5 നദികൾ, അവയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്ത് പറയില്ല. അപ്പൊ നിങ്ങൾ ശരിക്കും കേൾക്കണം കേട്ടോ. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും കേൾക്കണം. ഇനി അത് ഒന്നുകൂടെ പറയില്ല കേട്ടോ. ഇനി ആദ്യമായിട്ട് സിന്ധുവിന്റെ പോഷക നദിയായുള്ള ജലത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ജലനദിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ജലനദിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഞാൻ തന്നെ പറയാം. ജലനദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് പീർ പാഞ്ചലിലെ, നമ്മുടെ ഹിമാചലിലെ ഒരു പർവ്വതനിരയാണ് പീർ പാഞ്ചൽ എന്ന് പറയുന്നത്. ഈ പീർ പാഞ്ചലിലെ വെരിനാഗ് അരുവിൽ നിന്നാണ് ജലം നദിയുടെ ഉത്ഭവം. ഒറിജിൻ ഫ്രം ദ വെരിനാഗ് സ്പ്രിംഗ് അറ്റ് ദ ഫൂട്ട് ഓഫ് പീർ പാഞ്ചൽ. അത് പറഞ്ഞാൽ എന്താണ്? പീർ പാഞ്ചലിലെ വെരിനാഗ് അരുവിൽ നിന്നാണ് ജലം നദിയുടെ ഉത്ഭവം. വൂളാർ തടാകത്തിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ പറയണം ജലം നദി. ജലം നദി ഉണ്ടാക്കുന്ന താഴ്വര ഏതാന്ന് പറയണം? കാശ്മീർ വാലി അഥവാ കാശ്മീർ താഴ്വര. കാശ്മീർ താഴ്വര ഏത് നദി രൂപപ്പെടുത്തുന്നതാണ്? ജലം നദി. ഇനി ജലം നദിയുടെ തീരത്തുള്ള പട്ടണം ഏതാന്ന് ചോദിച്ചാൽ പറയണം ശ്രീനഗർ. ജലം നദിയുടെ തീരത്തുള്ള പട്ടണമാണ് ശ്രീനഗർ. ജലം നദി ഒഴുകുന്നത് ഏത് രാജ്യങ്ങളിൽ കൂടിയാണെന്ന് ചോദിച്ചാൽ പറയണം ഇന്ത്യ, പാകിസ്ഥാൻ. അതായത് ജലം നദി ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയാണ് ഒഴുകുന്നത്. ഇന്ത്യയിലെ ജമ്മുവിലൂടെയാണ് ജലം നദി ഒഴുകുന്നത്. പിന്നീട് പറഞ്ഞു വൂളാർ തടാകത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ജലം. പാകിസ്ഥാനിലെ ജാങ് എന്ന ജില്ലയിൽ വെച്ചിട്ടാണ് ജലനദി ചിനാബുമായിട്ട് ചേർന്ന് ഒഴുകുന്നത്. പാകിസ്ഥാനിലെ ജാങ് ജില്ലയിൽ വെച്ചിട്ടാണ് ജലനദി ചിനാബുമായിട്ട് കൂടി ചേർന്നിട്ട് ഒഴുകുന്നത്. ഇനി ജലം നദിയുടെ ഏറ്റവും വലിയ
പോഷക നദിയാണ് കിഷൻ ഗംഗ. എന്താണ് കിഷൻ ഗംഗ? ജലനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് കിഷൻ ഗംഗ. ഓർക്കുക, ഗംഗയല്ല, കിഷൻ ഗംഗ. ഇനി പ്രധാനപ്പെട്ട ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് അഥവാ അണക്കെട്ടാണ്, ജലനദിയിലെ അണക്കെട്ടാണ് ഉറി അണക്കെട്ട് അഥവാ കിഷൻ ഗംഗ അണക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ജലനദിയിലെ പ്രധാനപ്പെട്ട ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് അല്ലെങ്കിൽ അണക്കെട്ട് എന്ന് പറയുന്നത് ഉറിയാണ്. അപ്പൊ നദികളും അവയിലുള്ള അണക്കെട്ടും ചേരുംപടി ചേർക്കാനുണ്ടാകും. അപ്പൊ അണക്കെട്ടുകളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ജലനദിയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടാണ് ഉറി അണക്കെട്ട്. ഇനി പുരാതനമായിട്ട് പ്രാചീനമായിട്ട് ജലനദിയെ വിളിക്കുന്ന പേരാണ് ഹിഡാസ്പസ് ഓർ വിദാസ്ത. വിദാസ്ത എന്നോ ഹിഡാസ്പസ് എന്നൊക്കെ പറയുന്ന നദി പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നദിയാണ് ജലനദി. ഈ ഹിഡാസ്പസ് എന്ന് വരാനുള്ള കാരണം BC 326 ബാറ്റിൽ ഓഫ് ഹിഡാസ്പസ് യുദ്ധം നടന്നത് ഈ ജലനദിയുടെ തീരത്തായിരുന്നു. അലക്സാണ്ടറും അതുപോലെ പോറസ് രാജാവും തമ്മിൽ ജലനദിയുടെ തീരത്തായിരുന്നു ഹിഡാസ്പസ് യുദ്ധം നടന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് BC 326 അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നദിയെ ഹിഡാസ്പസ് എന്ന് പറയുന്നത്. മറ്റൊരു പേരെന്താണ്? വിദാസ്ത. അപ്പൊ ജലനദിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? വെരിനാഗ് അരുവിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ഊളാർ തടാകത്തിലൂടെ ഒഴുകുന്ന നദി, കാശ്മീർ താഴ്വര ഉണ്ടാക്കുന്ന നദി. ശ്രീനഗർ ഏത് നദിയുടെ തീരത്താണ്? ജലം നദിയുടെ തീരത്താണ്. ജലം നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് കിഷൻ ഗംഗ. പ്രധാനപ്പെട്ട അണക്കെട്ട് ഉറി. പ്രാചീനമായിട്ടുള്ള പേര്, പ്രാചീന നാമം ഹിഡാസ്പസ് അല്ലെങ്കിൽ വിദാസ്ത. ഇനി അടുത്ത നദിയാണ് ചിനാബ് നദി. ചിനാബ് നദി ഉത്ഭവിക്കുന്നത് ബാരാലച്ചില പാസിൽ നിന്നാണ്. ബാരാലച്ചില ചുരം, ഹിമാചൽ പ്രദേശിലെ ബാരാലച്ചില ചുരത്തിൽ നിന്നാണ് ചിനാബ് നദിയുടെ ഉത്ഭവം. രണ്ട് അരുവികൾ കൂടിച്ചേർന്നിട്ടാണ് ചിനാബ് നദിയായി മാറുന്നത്. ചന്ദ്ര അതുപോലെ ഭാഗ. ചന്ദ്രഭാഗ എന്നാണ് ചിനാബ് നദി ഉത്ഭവ സ്ഥാനത്ത് നിന്ന് അറിയപ്പെടുന്നത്. അതായത് രണ്ട് നദി, ചന്ദ്ര എന്നും ഭാഗ എന്നും പേരുള്ള രണ്ട് നദികൾ കൂടിച്ചേർന്നിട്ടാണ് ചിനാബായിട്ട് മാറുന്നത്. അടുത്തത് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് എന്ന് പറയുന്നത്. ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. അപ്പൊ സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാന്ന് ചോദിച്ചാൽ പറയണം ചിനാബാണ്. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലം നിർമ്മിക്കുന്നത് ചിനാബ് നദിക്ക് കുറുകെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലം നിർമ്മിക്കുന്നത് ചിനാബ് നദിക്ക് കുറുകെയാണ്. ഓർക്കുക, പ്രാചീന നാമം എന്ന് പറയുന്നത് അസ്കിനി എന്നാണ്. നമ്മൾ ജലനദിയുടെ പറഞ്ഞ എന്താണ്? വിദാസ അല്ലെങ്കിൽ ഹിഡാസ്പസ്. അപ്പൊ ചിനാബ് നദിയുടെ പേരെന്താണ്? അസ്കിനി. എന്താണ്? അസ്കിനി. പ്രധാനപ്പെട്ട ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് അഥവാ ഡാം എന്ന് പറയുന്നത് ദുൽഹസ്തി, അതുപോലെ പിന്നെ എന്തൊക്കെയാ? സലാൽ, സക്കാൽ എന്നല്ല കേട്ടോ, സലാൽ എന്നാണ്. ദുൽഹസ്തി, സലാല്, ബഗ്ലിഹർ, റാറ്റിൽ ഇതൊക്കെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ്. ചിനാബ് നദിയിലെ അണക്കെട്ടുകളാണ് ദുൽഹസ്തി, സലാല്, റാറ്റിൽ, ബഗ്ലിഹർ. ഇതൊക്കെ ചിനാബ് നദിയിലെ അണക്കെട്ടുകളാണ്. ഇവയൊക്കെ ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ഇനി ചിനാബ് നദിയുടെ ഒരു പോഷക നദിയുണ്ട്, താവി നദി. ഈ താവി നദിയുടെ തീരത്താണ് ജമ്മു പട്ടണം ഉള്ളത്. ചിനാബ് നദിയുടെ പോഷക നദിയായിട്ടുള്ള താവി നദിയുടെ തീരത്താണ് ജമ്മു സിറ്റി ഉള്ളത്. ഓർക്കുക. ഇനി അടുത്ത നദിയാണ് രവി നദി. ഈ രവി നദി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ രവി നദിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ രവി നദിനെ കുറിച്ച് പറയുന്നുണ്ട്. INCയുടെ സമ്മേളനം, അതായത് ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരുന്ന INCന്റെ സമ്മേളനത്തില് നമുക്കറിയാം പൂർണ്ണ സ്വരാജൊക്കെ പ്രഖ്യാപിച്ചതൊക്കെ ഈ രവി നദിയുടെ തീരത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തായാലും ഇന്ത്യൻ ഹിസ്റ്ററിന്റെ ഭാഗത്തായാലും പ്രധാനപ്പെട്ട ഒരു നദിയാണ് രവി നദി എന്ന് പറയുന്നത്. അതിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ ജസ്റ്റ് രവി നദി എന്ന് വന്നപ്പോ ഓർമ്മിച്ചപ്പോ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടേക്ക് വരാം, ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക്. അപ്പൊ രവി നദിയിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? രവി നദിയുടെ ഒറിജിൻ എവിടെയാണ്? റോഹ്താങ് പാസിൽ നിന്ന്. അതായത് ഹിമാചൽ പ്രദേശിലെ കുളു ഹിൽസിലെ റോഹ്താങ് പാസിന്റെ വെസ്റ്റ് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് രവി നദിയുടെ ഉത്ഭവം. ചമ്പ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ പറയണം രവി നദിയാണ്. പീർപാഞ്ചലിനും ദൗലഗർ റേഞ്ചിനും ഇടയിലൂടെ ഒഴുകുന്നത് ഏത് നദിയാണ് ചോദിച്ചാൽ പറയണം രവി നദി. ഇനി പാകിസ്ഥാനിലെ സാറായ് സിന്ധുവിൽ വെച്ചിട്ട് ചിനാബുമായിട്ട് ഈ രവി നദി ചേരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ജലം നദി പാകിസ്ഥാനിലെ ജാങ് ജില്ലയിൽ വെച്ചിട്ട് ചിനാബുമായിട്ട്
കൂടിച്ചേരുന്നു. രവി നദി എന്താ ചെയ്യുന്നത്? പാകിസ്ഥാനിലെ സാറായ് സിന്ധുവിൽ വെച്ചിട്ട് ചിനാബുമായിട്ട് കൂടിച്ചേരുന്നു. ഇനി നമുക്കറിയാം INC-യുടെ ലാഹോർ സമ്മേളനം പറഞ്ഞു. അപ്പൊ ലാഹോർ എന്ന പട്ടണം ഏത് നദിയുടെ തീരത്താണ്? രവി നദിയുടെ തീരത്താണ്. ഓർക്കുക, ലാഹോർ പട്ടണം രവി നദിയുടെ തീരത്താണ്. അതുകൊണ്ട് തന്നെ ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? രവി നദിയാണ്. ലാഹോറിന്റെ നദി ഏതാണ്? രവി നദി. ഇനി പ്രധാന പട്ടണങ്ങൾ, രവി നദിക്ക് തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? പത്താൻകോട്ട്, ഹാരപ്പ, ലാഹോർ. ഏതൊക്കെയാണ്? പത്താൻകോട്ട്, ഹാരപ്പ, ലാഹോർ. ഓക്കെ അല്ലേ? ഇനി പ്രധാനപ്പെട്ട അണക്കെട്ട് എന്താണ്? തെയിൻ ഡാം, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് രഞ്ജിത് സാഗർ ഡാം. എന്താ പറഞ്ഞത്? രവി നദിയിലെ പ്രധാനപ്പെട്ട അണക്കെട്ട് ഏതാണ്? തെയിൻ ഡാം അല്ലെങ്കിൽ രഞ്ജിത് സാഗർ ഡാം. ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം. നമ്മളിവിടെ പ്രാചീന നാമം രവി നദിയുടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ജസ്റ്റ് എഴുതിക്കോളൂ. പരശ്നി അല്ലെങ്കിൽ ഐരാവതി. എന്താണ്? പരശ്നി, ഐരാവതി എന്നൊക്കെ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് രവി നദിയാണ് കേട്ടോ. ഇനി നമ്മുടെ മുഗൾ ഭരണാധികാരികളെ കുറിച്ച് നമുക്കറിയാം. മുഗൾ ഭരണാധികാരികളായിരുന്ന ജഹാംഗീർ, നൂർജഹാനി ഇവരുടെയൊക്കെ ശവകുടീരം ഏത് നദിയുടെ തീരത്താണ് എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ഉത്തരം എഴുതണം. രവി നദിയുടെ തീരത്താണ്. അപ്പോ ജഹാംഗീർ, നൂർജഹാനി ഇവരുടെയൊക്കെ ശവകുടീരം രവി നദിയുടെ തീരത്താണ്. ഓക്കെ അല്ലേ? നമ്മൾ ഏതൊക്കെ നദികളാ പഠിച്ചത്? സിന്ധുവിന്റെ പോഷക നദികളായിട്ടുള്ള ജലം പഠിച്ചു, ചിനാബ് പഠിച്ചു, രവി പഠിച്ചു. ഇനി നമ്മൾ സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയായിട്ടുള്ള ബിയാസ് ആണ് പഠിക്കുന്നത്. ബിയാസ് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? റോഹ്താങ് പാസിൽ നിന്ന് തന്നെ. ഈ റോഹ്താങ് പാസ് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ കുളു ഹിൽസില്. അതായത് റോഹ്താങ് പാസിലെ ബിയാസ് കുണ്ട് എന്ന് പറയുന്നതിൽ നിന്നാണ് ബിയാസ് നദി ഉത്ഭവിക്കുന്നത്. മാറിപ്പോവില്ല, കാരണം പേരിൽ തന്നെ ഉണ്ട്, ബിയാസ് കുണ്ട് നിയർ റോഹ്താങ് പാസ്. ഇനി കുളു താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ബിയാസ്. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അതെ, നമ്മുടെ ചെലം നദിയാണ് കേട്ടോ. അപ്പൊ കുളു താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. ഇനി സത്ലജ് നദിയുമായിട്ടാണ് ബിയാസ് കൂടിച്ചേരുന്നത്. സത്ലജ് നദിയുമായിട്ടാണ് കൂടിച്ചേരുന്നത്. നമ്മൾ പറഞ്ഞു ബിയാസ് നദിയുടെ ഉത്ഭവം നമ്മുടെ ഹിമാചൽ പ്രദേശിലാണെന്ന് പറഞ്ഞു. ബിയാസ് കുണ്ടിൽ നിന്നാണെന്ന് പറഞ്ഞു, റോഹ്താങ് പാസിലെ. അപ്പോ സത്ലജ് നദിയിൽ ആണ് ജോയിൻ ചെയ്യുന്നതെന്നും പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഉത്ഭവവും പതനവും നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാന്ന് ചോദിച്ചാൽ പറയണം ബിയാസ്. എന്താ പറഞ്ഞത്? പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാന്ന് ചോദിച്ചാൽ പറയണം ബിയാസ് ആണെന്ന്. ഇനി സത്ലജുമായിട്ട് കൂടിച്ചേരുന്ന സ്ഥലം ഏതാണ്? ഹരിക്കെ. ഹരിക്കയിൽ വെച്ചിട്ടാണ് സത്ലജുമായിട്ട് ബിയാസ് നദി കൂടിച്ചേരുന്നത്. എവിടെ നിന്നാണ് ഉത്ഭവം? ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിൽ നിന്നാണ് റോഹ്താങ് ചുരത്തിലെ ബിയാസ് കുണ്ടിൽ നിന്ന് ഉത്ഭവം. സത്ലജുമായിട്ട് ഹരിക്കയിൽ വെച്ചിട്ട് കൂടിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. ഓർക്കുക, സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാണ്? ബിയാസ്. ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഓക്കെ അല്ലേ? ഇനി പ്രാചീന നാമം അഥവാ ആൻഷ്യൻ നെയിം എന്താണ് ബിയാസിന്റെ? വിഭാസ. എന്താണ്? വിഭാസ. ഇനി പ്രധാനപ്പെട്ട അണക്കെട്ട്, ബിയാസിലെ പ്രധാനപ്പെട്ട അണക്കെട്ടാണ് മഹാറാണ പ്രതാപ് സാഗർ ഡാം. എന്താണ്? മഹാറാണ പ്രതാപ് സാഗർ ഡാം. എന്താണ്? മഹാറാണ പ്രതാപ് സാഗർ ഡാം. അതുപോലെ ഈ മഹാറാണ പ്രതാപ് സാഗർ ഡാം തന്നെയാണ് പിന്നെ പോങ് അണക്കെട്ടൊക്കെ ഉള്ളത് കേട്ടോ. പോങ് അണക്കെട്ടും ബിയാസിൽ തന്നെയാണ്. ഇനി അവസാനായിട്ട് നമ്മൾ പഞ്ചനദിയിലെ അവസാനമായിട്ട് പറയുന്നതാണ് സത്ലജ് നദി. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദികളിൽ തന്നെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സത്ലജ്. സിന്ധുവിന്റെ പോഷക നദിയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നല്ല ചോദിക്കുക, സിന്ധുവിന്റെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് സത്ലജ്. ഏറ്റവും നീളം കൂടിയ സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയ, അതും എങ്ങനെ? ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. സത്ലജിന്റെ ഉത്ഭവം എവിടെയാണ്? മാനസ സരോവറിനടുത്തുള്ള രാക്ഷസ്ഥൽ തടാകത്തിൽ നിന്നാണ് സത്ലജ് ഉത്ഭവിക്കുന്നത്. ടിബറ്റിലെ ലങ്ചൻ കമ്പാബ് എന്നാണ് സത്ലജ് അറിയപ്പെടുന്നത്. ടിബറ്റിലെ മാനസ സരോവറിലെ
അടുത്തുള്ള രാക്ഷസ്ഥൽ തടാകത്തിൽ നിന്നാണ് സത്ലജിന്റെ ഉത്ഭവം. ടിബറ്റിൽ ലങ്ചെൻ കമ്പാബ് എന്നാണ് പേര്. എന്താണ്? ലങ്ചെൻ കമ്പാബ്. ഇനി സത്ലജ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഹിമാചൽ പ്രദേശിലൂടെയാണ്. ഏത് ചുരം വഴിയാണ്? ഷിപ്കില ചുരം വഴി. ഏത് ചുരം വഴിയാണ്? ഷിപ്കില ചുരം വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. അതായത് സിന്ധുവിന് ഏകദേശം ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് 400 കിലോമീറ്റർ പാരലൽ ആയിട്ട് സമാന്തരമായിട്ട് ഒഴുകിയതിനു ശേഷം ഷിപ്കില ചുരം വഴി ഹിമാചൽ പ്രദേശിലൂടെ ആണ് സത്ലജ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലായിട്ടുള്ള ഇന്ദിര കനാൽ ഉണ്ടല്ലോ, ഈ ഇന്ദിര കനാല് നമുക്കറിയാം പഞ്ചാബ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന, അതായത് രാജസ്ഥാൻ മേഖലകളില് മരുഭൂപ്രദേശങ്ങളില് ജലം എത്തിക്കുന്നത് ഈ കനാല് വഴിയാണ്. അപ്പൊ അവിടുത്തെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് ഇന്ദിര കനാലാണ്. അങ്ങനെ ഉള്ള ഇന്ദിര കനാലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കനാൽ എന്ന് പറയുന്നത്. ഇത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ പറയണം, സത്ലജ് നദിയിലാണ്. മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ആയിട്ടുള്ള അണക്കെട്ട് ബക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നതും സത്ലജ് നദിയിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്? ദാമോദർ വാലിയാണ്. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ആയിട്ടുള്ള അണക്കെട്ട് എന്ന് പറയുന്നത് ബക്രാനങ്കലാണ്. അത് സത്ലജ് നദിയിലാണെന്ന് കൂടി ഓർക്കുക. ഈ ബക്രാനങ്കൽ എന്ന് പറയുന്നത് 2 ഡാമാണ് കേട്ടോ. ബക്ര എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലും നങ്കൽ എന്ന് പറയുന്നത് പഞ്ചാബ് ബോർഡറിലുമാണ്. അത് ഒരുമിച്ചാണ് ബക്രാനങ്കൽ ഡാം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ മറ്റ് ഹിമാചൽ പ്രദേശിൽ മറ്റു ഡാമുകൾ ഉണ്ട്, നത്പ ചക്രയൊക്കെ. നത്പ ചക്രയൊക്കെ മറ്റു സത്ലജ് നദിയിലുള്ള മറ്റു ഡാമുകളാണ്, ഓർക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? സത്ലജിന്റെ ഉത്ഭവം എവിടെയാണ്? മാനസ സരോവറിലെ അടുത്തുള്ള രാക്ഷസ്ഥൽ തടാകത്തില് നിന്നാണ് സത്ലജ് ഒഴുകുന്നത്. ശേഷം 400 കിലോമീറ്റർ സിന്ധുവിന് സമാന്തരമായിട്ട് ഒഴുകിയതിനു ശേഷം ഷിപ്കില പാസിലൂടെ ഹിമാചൽ പ്രദേശിലെ ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്നു. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് സത്ലജ്. പിന്നെ ബക്രാനങ്കൽ അണക്കെട്ടും ഇന്ദിര കനാലും ഒക്കെ സത്ലജിലാണ് ഉള്ളത്. പിന്നീട് എന്താന്ന് പറയുന്നത്? അത്രയൊക്കെ കാര്യങ്ങളല്ലേ പറഞ്ഞോളൂ. പിന്നെ ടിബറ്റിലെ ലാങ്ചെൻ കമ്പാബ് എന്നു പേരുള്ള നദിയാണ് സത്ലജ്. ഇനി നമ്മൾ പറഞ്ഞു പഞ്ചനദികള്. നമ്മൾ സപ്തസിന്ധു എന്ന് പറഞ്ഞു. സപ്തസിന്ധു എന്ന് പറഞ്ഞപ്പോ ഏതൊക്കെയായിരുന്നു? സിന്ധുവിന്റെ 5 പോഷക നദികളായ പഞ്ചനദ് എന്നറിയപ്പെടുന്നതും അതുപോലെ സരസ്വതിയും സിന്ധുവും കൂടി ചേർന്നതാണ് സപ്തസിന്ധു എന്ന് പറയുന്നത്. ഇനി മിത്താൻകോട്ടിൽ വെച്ചിട്ട്, പാകിസ്ഥാനിലെ മിത്താൻകോട്ടിൽ വെച്ചിട്ട് ഈ രവി, സത്ലജ്, ബിയാസ് നമ്മൾ പറഞ്ഞു. രവിയും അതുപോലെ എന്താ പറഞ്ഞത്, ജലവും എന്താ ചിനാബിൽ ചേരുന്നുണ്ട് പാകിസ്ഥാനിൽ വെച്ചിട്ട്. അതുപോലെ ബിയാസ് സത്ലജിലും ചേരുന്നുണ്ട് ഹരിക്കയെ വെച്ചിട്ട്. ഈ സത്ലജും ചിനാബും കൂടി ചേർന്ന് ഇങ്ങനെ 5 നദികളും എവിടെ വെച്ചിട്ടാണ് ഒരുമിക്കുന്നത്? പാകിസ്ഥാനിലെ മിത്താൻകോട്ടിൽ വെച്ചിട്ട്. എന്നിട്ടാണ് അവർ പഞ്ചനദ് ഫോം ചെയ്യുന്നത്. പഞ്ചനദ് ഫോം ചെയ്യുന്നതും സരസ്വതി സപ്തസിന്ധു ആയിട്ട് മാറുന്നതും ഒക്കെ കേട്ടോ. അപ്പോ എവിടെ വെച്ചിട്ടാണ് സിന്ധുവിന്റെ 5 പോഷക നദികൾ ചേരുന്നതെന്ന് ചോദിച്ചാൽ പറയണം, പാകിസ്ഥാനിലെ മിത്താൻകോട്ടിൽ വെച്ചിട്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സിന്ധു നദീജല കരാറ്. സിന്ധു നദീജല കരാറ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? പാകിസ്ഥാനും ഇന്ത്യയും തമ്മില്. അപ്പൊ സിന്ധു നദീജല കരാറ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മില് 1960 സെപ്റ്റംബർ 19-നാണ് ഒപ്പുവെച്ചത്. സെപ്റ്റംബർ 19-ന് ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? ഇന്ത്യയുടെ ഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് സിന്ധു നദീജല കരാറ് 1960 സെപ്റ്റംബർ 19-ന് ഒപ്പുവെച്ചത്. 1960 സെപ്റ്റംബർ 19-നാണ് സിന്ധു നദീജല കരാറ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ചത്. ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മില്. ഇതിന്റെ ഭാഗമായിട്ട് 20% സിന്ധുവിലെ ജലം ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണെന്ന്
പ്രഖ്യാപിച്ചു. ഇതിന് മധ്യസ്ഥത വഹിച്ചിരുന്നത് ആരാണ്? നമ്മുടെ ലോകബാങ്ക് ആണ്. അപ്പൊ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ സിന്ധു നദീജല കരാറ് ഇന്ത്യയും പാകിസ്ഥാനും 1960 സെപ്റ്റംബർ 19 ഒപ്പുവെക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് 20% സിന്ധുവിലെ ജലം ഇന്ത്യക്കും ബാക്കിയുള്ളത് പാകിസ്ഥാനുമാണ്. അതിനോടനുബന്ധിച്ചിട്ടാണ് 3 നദികള്, അതായത് ഇന്ത്യക്ക് ജലത്തിൽ അവകാശമുള്ള നദികളിലെ ജലത്തിൽ അവകാശമുള്ളത് 3 നദികളുടെ ജലത്തിലാണ്. ഏതൊക്കെ നദികളാണത്? ഇന്ത്യക്ക് അവകാശമുള്ള നദികളാണ് രവി, ബിയാസ്, സത്ലജ്. രവി, ബിയാസ്, സത്ലജ് ഈ നദികളിലെ വെള്ളം ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. ഇനി പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണ് ജലം, സിന്ധു, ചിനാബ്. ജലം, സിന്ധു, ചിനാബ് ഈ നദികളിലെ ജലം പാകിസ്ഥാന് അവകാശപ്പെട്ടതാണ് എന്നിങ്ങനെ ഒരു മധ്യസ്ഥതയിൽ, ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ സിന്ധു നദീജല കരാർ ഒപ്പിടുന്നു. അതും കൂടി ഓർക്കണം കേട്ടോ. പിന്നെ ഈ ഗിൽജിത്ത്, ഖുറം, ടോച്ചി, ഗോമാൻ, വിഭോവ, ശങ്കർ ഒക്കെ നമ്മൾ പോഷക നദികൾ പറഞ്ഞില്ലേ, അതിൽ ഖുറം, ടോച്ചി, ഗോമാൻ, വിഭോവ, ശങ്കർ ഒക്കെ സുലൈമാൻ നിരകളിൽ നിന്നാണ് സിന്ധുവിലേക്ക് ഉത്ഭവിച്ചിട്ട് ചേരുന്നത് കേട്ടോ. അതുകൂടെ ഓർക്കണേ. അപ്പൊ ഏകദേശം ഞാൻ എല്ലാ കാര്യങ്ങളും സിന്ധു നദിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. സിന്ധുവിന്റെ പോഷക നദികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നും പറയാനില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. ഈ ഭാഗങ്ങളിൽ വരുന്ന ഒരു ചോദ്യവും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.